ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. നമ്മുടെ ഫേസ് പോലെ തന്നെ സൂക്ഷിക്കേണ്ടതാണ് നമ്മളുടെ കാലും. പക്ഷെ നമ്മളാരും അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടൈമൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ കിറ്റും കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഒരു നെയിൽ കട്ടർ അല്ലേ. ആ നെയിൽ കട്ടറിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നെയിൽ കട്ടറിൽ തന്നെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പെഡിക്യൂർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നെയിൽസിൽ ഇട്ടിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കൊരു ടബോ ബേസണോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തോട് അതിൽ തന്നെ ഇടാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ ഷാമ്പൂവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മുടെ പാദങ്ങൾ ഇറക്കി വയ്ക്കാം. ഇങ്ങനെ ഒരു 15 മിനിറ്റാണ് നമുക്ക് ഈ കാലിങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കേണ്ടത്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് സോഡ നമ്മുടെ ഫീറ്റ് ഇൻഫെക്ഷൻ ഉപ്പൂറ്റി വെടിച്ച് കീറുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിനെയൊക്കെ ക്ലിയർ ചെയ്യും. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ ഈ ബേക്കിംഗ് സോഡ. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ലെമണ് നല്ലൊരു സ്മെല്ലിനും നമ്മുടെ നെയിൽസിലൊക്കെയുള്ള യെല്ലോ കളർ മാറാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ നെയിൽ കട്ടറിലെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെയിൽസിലുള്ള ക്യൂട്ടിക്കിൾസ് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നെയിൽസിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്ക് കയറിയിരിക്കില്ലേ, അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ എടുത്ത് കളയാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പാദങ്ങൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്താണ് നമുക്കിങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് പ്യൂമിൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൂറ്റിയൊക്കെ നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. ഉപ്പൂറ്റിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഉരച്ച് ആ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കണം. വീട്ടിലതില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബർ ഇല്ലേ, കട്ടിയുള്ള ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഉപ്പൂറ്റി ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. ആ സമയത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റും അതിന് ഡെഡ് സെൽസൊക്കെ ഇങ്ങനെ പോകുന്നത്. ഉപ്പൂറ്റിയിൽ തഴമ്പൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നില്ല, അതൊക്കെ കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇളകി വരും. ഇനി നമ്മുടെ വീട്ടിലെല്ലാം ഒരു പഴയ ബ്രഷ് കാണുമല്ലോ, ഒരു ബ്രഷ് എടുത്തിട്ട് അതിൽ ഒന്നുകിൽ നമ്മൾ പല്ല് തേക്കുന്ന ഏതെങ്കിലും ഒരു വൈറ്റ് പേസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത അതേ ഷാമ്പു തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ നെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാദങ്ങൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോഴാണ് നമ്മൾ ഈ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ പാദങ്ങൾ നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. ഈ ഒരു ഫസ്റ്റ് ഇത് കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ പാദങ്ങൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ ഒരു ടൈമിലാണ് എൻ്റെ നെയിൽസ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നെയിൽസ് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ വെച്ച് കുതിർന്നതിന് ശേഷം ആകുമ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നെയിൽസൊക്കെ. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാക്കും ഒരു സ്ക്രബും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ ഹണി, ഒരു ഹാഫ് ലെമൺ, ഒരു ടീസ്പൂൺ ഷുഗർ, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ പാദങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അൺടാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. നമ്മളിത് ചേർത്തിരിക്കുന്ന കോഫി പൗഡർ, അതിലടങ്ങിയിരിക്കുന്ന കഫീൻ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ബ്ലഡിന് നല്ലൊരു ഫ്ലോ ഉണ്ടാകാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെമണിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹണി ഡ്രൈ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഷുഗറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഷുഗർ
അത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറിന് പകരം വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പയറുപൊടി ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നല്ല ഒരു സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഡെഡ് സെൽസൊക്കെ റിമൂവ് ആവാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്ക്രബ് ചെയ്ത് സർക്കുലർ മോഷനിൽ വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ചെറുതായിട്ട് ഭയങ്കരമായിട്ട് അമർത്തി സ്ക്രബ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് പാക്ക് വെച്ചതിന് ശേഷം 5 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വേറെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കാലിറക്കി വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അല്ലാണ്ട് ക്ലീൻ ചെയ്തിട്ട് കാല് നന്നായിട്ട് തുടയ്ക്കാം. അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസറോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് പാദവും നമ്മുടെ വിരലുകളും എല്ലാം മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. നെയിൽ പോളിഷ് ഒരു 2 കോട്ട് ഇടാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മന്ത്ലി വൺസ് ചെയ്താൽ മതി. ഒരുപാട് ഹാർഡായിട്ടുള്ള ഉപ്പൂറ്റി അങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാല് നല്ലതായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നല്ല ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സോക്സ് ഇട്ട് കിടന്നാൽ മതി. കുറേ നാൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഹാർഡായിട്ടുള്ളവരുടെയൊക്കെ ഫീറ്റ് നല്ല സോഫ്റ്റ് ആവും. ഫസ്റ്റ് കണ്ടതും ഇപ്പോൾ കണ്ടതുമായിട്ടുള്ള നല്ലൊരു ചേഞ്ച് തോന്നുന്നില്ലേ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ഹെന്ന ഹെയർ കെയറിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ ബേസിക് ഹെയർ കെയർ ടിപ്സ് അതും എല്ലാവരും കാണാത്തവർ കണ്ടു നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.